ഞങ്ങൾ ഇന്നതേ ഡിസ്പെൻസറിയിൽ പോകണം കേട്ടോ. ഇതൊക്കെ ഞാൻ പണ്ട് മദ്രസയിൽ പോയിരുന്ന വഴിയാട്ടോ. ഞങ്ങൾ ഡിസ്പെൻസറിക്ക് പോകാൻ കുറച്ച് നടക്കാനുള്ളൂ. അപ്പോൾ എനിക്ക് ഈ വഴിയിൽ ഇപ്പോൾ ഇവിടെ കാട് പിടിച്ചെന്താണെന്നറിയില്ല. ഇപ്പം എന്നോട് താത്താക്കാൻ വിളിച്ച് ചോദിച്ച് ഇവിടെ ഇപ്പോഴും ആ വഴി ഉണ്ടോന്ന്. അവന് അവിടെ ആ കാടായിരുന്നു, ഇപ്പോൾ അവിടെയൊക്കെ അവിടെ വൃത്തിയാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ദേ നിങ്ങൾ ഡിസ്പെൻസറി പോട്ടെ, കുട്ടികളില്ല ഇന്ന കാണിക്കാനാണ്. ഞാൻ കുട്ടികളെ വീട്ടിൽ നിർത്താൻ നോക്കിയപ്പോൾ അവിടെ വീട്ടിൽ ആളില്ല. അപ്പോൾ ഞാൻ കുട്ടികളെ കൈ പിടിച്ച് ഈ വഴിക്കൂടെ ഉമ്മച്ചിന് മദ്രസ പോയിരുന്നത്. ഇവിടെ എനിക്കൊരു നല്ലൊരു കഥ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു മതിലുണ്ടായിരുന്നു. ഇവിടുത്തെ ഈ വീട് ഞാൻ ആ ആൾക്കാർ പോടില്ല കേട്ടോ. അവിടെ നിന്ന് വിറ്റുപോയി കുറച്ചായിട്ട്. ഇവിടെ മതിലുണ്ടായിരുന്നു. ഈ ഒരു മതിലിൻ്റെ മണ്ട് മദ്രസയിൽ പോകാൻ മടിയായിട്ട് സ്ഥലം അടിയിട്ടെന്ന് പേടിച്ചിട്ട് ഈ മതിലിൻ്റെ ബാക്കിൽ ഒളിച്ചിക്കും. ഒളിച്ചിക്കും. എന്നിട്ട് അപ്പോൾ ഇവിടുത്തെ താത്താർ കറിയാം. അപ്പോൾ അവരും നമ്മളെ കൂടെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അവർ കാണുമ്പോൾ അവർ വിളിക്കും. എന്നിട്ട് ഇവിടെ ബാക്കിലിരുന്നിട്ടില്ലേ, ഇവിടെ ബാക്കിലിരുന്നിട്ട് ഞാൻ അവരെ കൂടി നിന്ന് ചായ കുടിക്കും. എന്നിട്ട് മദ്രസ വിട്ട് പോണ ടൈം ആകുമ്പോൾ ഞാൻ സാധാരണ വീട്ടിലേക്ക് പോകും. ഇങ്ങനെ കള്ളത്തരം കാണിച്ചിട്ടുള്ള സ്ഥലം. മമ്മതേ നല്ല ഭയങ്കര പൂച്ചാടാ. നല്ല പൂച്ചാലേ നമ്മതല്ല താത്താടെ പൂച്ചയൊന്നും. നമ്മളിക്രൂന്റെ പോലത്തെ പൂച്ചാലേ. പിന്നെ ഇതേലേ ഉണ്ട് കേട്ടോ വഴി. അങ്ങനെ നേരെ പോയാലും ഞങ്ങൾ വീടിൻ്റെ അടുക്കെത്തും. അതേലെ പോയാലും വീടിൻ്റെ അടുക്കെത്തും. ഇവിടെയൊക്കെ എന്തോരം മാങ്ങ കല്ലെറിഞ്ഞ് പൊട്ടിച്ചിട്ടാൽ ഇതാ മാവുന്നില്ലല്ലോ. കൂടെ ഇവിടെ ഒരു വീടുണ്ടായിരുന്നു. ആ വീട് അവിടുത്തെ മാവാണ് ഞങ്ങൾ മാങ്ങനെ പൊട്ടിക്കാറ്. നല്ല രസമായിരുന്നു. ഇതങ്ങനെ അതൊക്കെ ഓർമ്മ. അമ്മേനോട് പറയുന്നു ഉമ്മച്ചി കുറേ എന്താ സ്കൂളിൽ പോകാൻ അല്ല മദ്രസയിൽ അടിയിട്ടണ ദിവസം ഞാൻ പോവില്ല, അല്ലെങ്കിൽ നേരം വഴിയാലും പോവില്ല. അവിടെ അമ്മ അതിൻ്റെ അവിടെ വിളിച്ചിക്കും. എന്നിട്ട് നേരെ അവരോടക്ക് പോകും. അവരെ കണ്ടതിനാൽ പിന്നെ അങ്ങോട്ട് കയറി പോട്ടെ. അവരുടെ ഉള്ളിൽ കയറിക്കും. അവരിപ്പോഴും കണ്ടാൽ പറയും ഈ മദ്രസയിൽ പോകേണ്ട അവിടെ വിളിച്ചു നേർന്നല്ലേ അങ്ങോട്ടല്ലേ. എപ്പോൾ കണ്ടാലും പറയും. ഞാൻ കണ്ടാലും ഇപ്പോഴും പറയും അവർ. പിന്നെ ഈ മാവുണ്ടല്ലോ, ഈ മാവത്തെ മാങ്ങ അത്യാവശ്യം പൊട്ടിച്ചയച്ചുണ്ട് കേട്ടോ. എന്റെ മോന് കൊടുക്കല്ലേ ഇവളെ ഫ്രണ്ടിനെ കാണാൻ പോണോ? അവനക്ക് വിളിച്ച് പറയണോ? എന്തേ സർപ്രൈസാ? പാടി ഫ്രണ്ടിന് സർപ്രൈസ് കൊടുക്കണം. വേറൊരു ഫ്രണ്ട് അയ്യോ മാഷാ അല്ലാഹ്. ആമിറിനെ അവൻ്റെ വീട് ഇവിടെയാണ്. അവൻ്റെ സ്കൂളിൽ പഠിക്കുന്ന ബെസ്റ്റ് ഫ്രണ്ട്. അവൻ എപ്പോഴും വീഡിയോ കോൾ ഉണ്ടാവും. എന്താ പറയുക, ഞങ്ങൾ ഓട്ടോറിക്ഷയിലെ വരാറ്. അവന് എന്താണെന്നറിയോ, അവന് ഇപ്പോൾ സ്കൂളില്ലാത്ത ദിവസമേ അടക്കമൊക്കെ രണ്ടുപേരും വീഡിയോ കോളിലും ആണോ. അപ്പേ രണ്ടുപേരും ഭയങ്കര വീഡിയോ കൊടുത്തിട്ട് സംസാരമൊക്കെ ഉണ്ട്. എൻ്റെ പുതിയ ഉണ്ണി ഇത് പുതിയ ഉണ്ണി അല്ല ഇത് പഴയ ഉണ്ണി കാണിച്ചു കൊടുക്കണം. മുമ്പ് വീഡിയോ കൊടുത്തിട്ട് അതായത് ഇതിൻ്റെ പഴയ ഉണ്ണി ഇനി പുതിയ ഉണ്ണി കാണിച്ചിട്ട് എന്നിട്ട് അമ്മിമോനെ കാണിച്ചു കൊടുക്കും. അങ്ങനെ ഓരോരുത്തരെ കാണിക്കല്. ഇതിൻ്റെ വയ്യാണ്ട് എടുക്കണം ഉപ്പ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കാണിച്ചു കൊടുക്കണം. വീടെത്തിയാൽ പറയണം കേട്ടോ. പോകാനുണ്ടോ? കുറേ പോകാണ്ടാ? ഇല്ല, കുറച്ച് ദൂരമുള്ളൂ. എന്താ മുച്ച് കാണണ്ടാന്ന്? വീട് മാത്രം ഞാൻ കണ്ടാൽ മതിയോ? ഇതാണോ നിന്റെ ഫ്രണ്ടിന്റെ വീട്? എനിക്കറിയില്ലായിരുന്നു കേട്ടോ. എനിക്കൊക്കെ അറിയാട്ടെ, വെറുതെ പറഞ്ഞാണ്. ഇതാണില്ലേ നിന്റെ ഫ്രണ്ടിന്റെ വീട്? കാണണ ഫ്രണ്ടിനെ? പിന്നെ കാണണ കാണാം. ഇപ്പുറത്ത് കൂടെ പോവാ. അപ്പുറത്ത് കൂടെ പോവാറാവന്. എവിടെ എൻ്റെ വീട്? സത്യം പറയും. അവിടെ ഇല്ലേ? ബെല്ലടിച്ച് നോക്കട്ടെ കേട്ടോ. സർപ്രൈസ് എടുക്കണേ വിളിച്ചേക്കണേ.
അതമ്മേ സർപ്രൈസ് ആയാറാണ് വിളിച്ചിരിക്കുന്നത്. ചെല്ലടാ നീ വാ വിളിച്ചോ? നാണോ നാളെ കൊണ്ടാണ് ഇങ്ങോട്ട് സർപ്രൈസ് വേണം എന്നിട്ട് വന്നത്. ഇതടി അവൻ ഓടി അങ്ങോട്ട് ചെല്ലി, അവനക്കും നാളെ ചെല്ലടാ. ആദമിൻ്റെ ഫ്രണ്ടിനെ കണ്ടപ്പോൾ എന്താ സന്തോഷം. നമ്മളെ എല്ലമ്മോളും കൂടി ഭയങ്കര കളിയാട്ടോ. പക്ഷെ അവർ എല്ലവിനെ കൂട്ടുണ്ടില്ലട്ടെ കളിക്കാൻ. അവർ രണ്ടുപേരും ഭയങ്കര കളിയൊക്കെ ഉണ്ട്. തിരിച്ചു വരുമ്പോൾ ആദം ഭയങ്കര കരച്ചിലായിരുന്നു. അവൻ്റെ വീട്ടിൽ കയറിയില്ല എന്ന് പറഞ്ഞിട്ടൊക്കെ. എന്താ പറയുക, അവർ ഭയങ്കര ഫ്രണ്ട്. കാരണം അവൻ വീട്ടിൽ വന്നാലാകെ ഇവൻ്റെ കഥയെ പറയാറ്. അതുപോലെ സെയിം അവനും വെറും ആദമിൻ്റെ പേരത്ര പറയാം. അങ്ങനെ എന്താ പറയുക, ഞങ്ങൾ ഡിസ്പെൻസറിയിൽ പോകണം. ഞങ്ങൾ നേരെ എന്താ പറയുക, ആദമിൻ്റെ ഫ്രണ്ടിനെ കാണാൻ പറ്റി. ഫുൾ കളിക്കലും ഹാപ്പിയൊക്കെ ആയിട്ടോ. എന്താ ആദമേ, നീ വന്നിട്ടില്ലേ ഈ പള്ളിക്ക്? വാപ്പച്ചിനിട്ട് വന്നിട്ടുണ്ടല്ലോ ഈ പള്ളിക്ക്. ഏതൊരു പെരുന്നാളിന് നിസ്കരിക്കാനും കണ്ടല്ലോ വന്ന് നീ വാപ്പച്ചി. ഇപ്പൊ ഒന്നും വന്നിട്ട് നിനക്ക് കയറണം, കയറിക്കോ. പള്ളിയിൽ കയറുന്നിട്ട് വേഗം വരണം കേട്ടാ. ഓക്കെ, നമുക്ക് പള്ളി കയറാൻ ഇഷ്ടമായിട്ടോ. കയറണങ്ങ കയറിക്കോ. പള്ളിയിൽ ഉമ്മച്ചോട് നിക്ക. കയറിയിട്ട് വേഗം വായി ഉമ്മച്ചോട് നോക്കാം. എന്നാ വേണ്ട, കയറണങ്ങ കയറിക്കോ. എന്നാ പള്ളി പോയി കണ്ടിട്ടോ. പള്ളി തുറന്നിട്ടുണ്ട്, ഈ സൈഡ് തുറന്നിട്ടുണ്ട്. ഈ സൈഡിൽ കൂടെ കയറിക്കോട്ടാ. ഞാൻ പോയിട്ട് വാട്ടാ. ഉമ്മച്ചിവിടെ നിൽക്കേ. ഉമ്മച്ചിക്ക് പള്ളിക്ക് വരാം പാടിക്കടാ. ഞാൻ ഇരിക്കല്ലേ, അവിടെ നിൽക്കാം. നീ പോയി വേഗം പോയിട്ട് വാ. നമുക്ക് ഈ പള്ളിയിൽ പോകാൻ ഭയങ്കര ഇഷ്ടമായിട്ടില്ലേ. ഞാൻ അറാശാൻ്റെ വാപ്പച്ചിനിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഉപ്പപ്പാനായിട്ടാണ് വന്നിട്ടുണ്ട്. ഉപ്പപ്പ ഈ പള്ളിയിലേക്കാണ് വരിക. വാപ്പച്ചി പാലൊരു പള്ളിക്കാ പോവാ. അപ്പുറത്ത് തുറന്നിട്ടുണ്ട്. എല്ലാം ഇങ്ങോട്ട് വാ. വേഗം വാ, പോയി കണ്ടിട്ട്. നീ ഇവിടെ നിൽക്കുമ്പോ നമുക്ക് പള്ളിയിൽ പോയിട്ട് വരും. എന്നാ വേഗം വാ, പോയിട്ട് വേഗം വാ. എന്നാ പോയി പണി നോക്ക്. വാ, കുട്ടികളവിടെ പോയി ചെന്ന് നിൽക്ക്. എല്ലാം ഇവിടെ നിൽക്ക്. ഇതാണ് ഞാൻ പഠിച്ചിട്ട് മദ്രസ. അത് പറയാൻ മറന്നു. ഇതാണ് ഞാൻ പോവാണ്. എന്നാ വേഗം പോയിട്ട് വാ. ഇത് പുതിയതായിട്ട് ഉണ്ടാക്കിയ പള്ളിയാട്ടോ. ഇവിടെ വേറെ പള്ളിയായിരുന്നു, ഒരു പച്ചക്കളർ വേറെ പള്ളിയായിരുന്നു. കഴിഞ്ഞില്ലേ? ഇതാണ് ഞാൻ പഠിച്ച എൻ്റെ മദ്രസ. ഒക്കെ ചെല്ലിയാ? എന്തുട്ടാ ചെല്ലി? എന്തുട്ടാ ചെല്ലിയത്? ഒന്ന് കേക്കട്ടെ. ലാ ഇലാഹ. പിന്നെ ഏതിന്റെ? അത് എഴുതിയതോ? ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹി. ഇതാണ് ഉമ്മച്ചി പഠിച്ച മദ്രസ. അതറിയാം എനിക്ക്. നീ അൽഫിത്തറിൽ പോകാൻ എന്നെ മദ്രസ ചേർത്താത്ത്. വീട്ടിൽ തുടങ്ങി. അന്ന ഞാൻ മദ്രസയിൽ ചേർത്തത് നീ അൽഫിത്തറിലാകണ്ട. ഓക്കെ, ഇവിടൊക്കെ എന്തോരം ഓർമ്മകളാണെന്നറിയോ. ഇവിടെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീടുണ്ട്, ഖദീജ. അവളെ വീട്ടിലാണ്. 2 നേരമൊക്കെ ഉണ്ടാവില്ലേ, അപ്പൊക്കെ അവളെ വീട്ടിൽ പോകും. ബസ്സിൻ്റെ കോലൊക്കെ ഒന്ന് നോക്കി വരുമ്പോൾ ഇട്ടത്തെ ബസ്സാണ്. ഇതന്നെ നിറച്ചു. വാടാ. ഇവിടെയാണ് എൻ്റെ വലിയപ്പാടും വലിയമാടും പറഞ്ഞു. ഇവിടെ കേട്ടോ. അമ്മേനെ പിന്നെ അപ്പുറത്തെടുത്ത മാമാനെ കിട്ടി. എല്ലാം പിന്നെ അവനെ കണ്ടപ്പോൾ കുറേ ദിവസമായില്ലേ, കുറേ ആയില്ലേ. എനിക്ക് അടുപ്പമുണ്ട് ഇപ്പോൾ. പക്ഷെ അവനെ മറന്നിട്ടില്ല. അവനവൻ്റെ കണ്ടപ്പോൾ അവനെ. പിന്നെ ഈ ഒരു ഖബർസ്ഥാൻ്റെ അവിടെ വേറൊരു പള്ളി ഉണ്ട്. അവിടെ ടോയ്ലറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ മദ്രസയിൽ പഠിക്കുമ്പോൾ അവിടേക്കാണ് പോയിരുന്നു ടോയ്ലറ്റിലൊക്കെ. അപ്പം ഞങ്ങളെ പേടിപ്പിച്ചിട്ടും കുറേ ഓർമ്മകളുണ്ട് കേട്ടോ അവിടെ. അങ്ങനെ
അങ്ങനെ ഗൈസ് നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ് കേട്ടോ ഗൈസ്. ഞാൻ വീട്ടിൽ നിന്ന് തന്നെ ഞാൻ തറവാട്ടിലോട്ടാണ് കയറിയിട്ടുള്ളത്. ഞാൻ വീട്ടിലോട്ട് പോയില്ല, കാരണം ഞാൻ പോണ വഴിക്ക് ഇതേ വീട്ടിൽ പാലും കുപ്പി ഇരിക്കുകയാണ്. കാരണം വീട്ടിലാളില്ല, അവർ ഹോസ്പിറ്റലാണ്, ബാബിക്ക് വയ്യാണ്ട് ബാബി പോവുകയും ചെയ്ത്. അപ്പോൾ എന്താ പറയുക, പാലും കുപ്പി അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ പാല് ഫ്രിഡ്ജിൽ എടുത്തേക്കാന്ന് വെച്ച് കയറിയാണ്. അപ്പോൾ ഫ്രിഡ്ജ് തുറന്നപ്പോൾ ബ്രെഡ് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. മക്കൾക്ക് ഫുഡ് എടുത്തിട്ട് പോയതാട്ടോ. മക്കൾക്കുള്ള എടുത്ത് ഞാൻ കഴിക്കാനൊന്നുമില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, പാല് ഞാൻ കോഫി ഉണ്ടാക്കുന്ന പറഞ്ഞാൽ ഭയങ്കര വിറ്റ് കോഫിയാണ് എൻ്റെ. ഞാൻ പാൽപ്പൊടി കൊണ്ടേ ഉണ്ടാക്കാറുള്ളൂ. എന്താ ചായ ആയാലും കോഫി ആയാലും കേട്ടോ. അങ്ങനെ ഉണ്ടാക്കിയെന്നുണ്ടെങ്കിൽ ഞാൻ പാല് തീരെ യൂസ് ചെയ്യില്ല. കുട്ടികൾക്ക് പാൽ കൊടുക്കും, പക്ഷേ ഞാൻ പാല് അങ്ങനെ കുടിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ കുറച്ച് പാലൊഴിക്കും, എന്നിട്ട് അതിൻ്റെ ശേഷം കുറേ വെള്ളം ഒഴിക്കും, എന്നിട്ട് കോഫി പൗഡറും പഞ്ചസാര ഇട്ടിട്ട് ഉണ്ടാക്കി കുടിക്കും. അങ്ങനെയാണ് എൻ്റെ പാലുകൊണ്ട് ഞാൻ ഉണ്ടാക്കണത് കേട്ടോ. അല്ലാണ്ട് ഉള്ള പാലിൻ്റെ ഒരു ഇത് വരണം എനിക്ക് തീരെ ഇഷ്ടമില്ല. മുട്ട പാലൊന്നും ഞാൻ കഴിക്കില്ല. അതുപോലെ സ്രാവ്, നല്ല വിറ്റാമിനുള്ള ഐറ്റംസ് ഒന്നും ഞാൻ അങ്ങനെ കഴിക്കില്ല. അപ്പോൾ ഞാനിത് ബ്രെഡും അതുപോലെ തന്നെ നമ്മൾ പീനട്ട് ബട്ടർ ഉണ്ടല്ലോ അതും അതുപോലെ തന്നെ ജാമും ആണ് കേട്ടോ തേക്കണത്. നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ പീനട്ട് ബട്ടർ മാത്രമായിട്ട് കഴിക്കില്ല കേട്ടോ, എനിക്കങ്ങനെ ഇഷ്ടമല്ല. ഒന്നെങ്കിൽ ജാം അല്ലെങ്കിൽ ന്യൂട്ല, ഇതിലൊന്ന് വേണം. അപ്പം ഞാൻ ജാമ് വൺ സൈഡ് ജാം തേച്ചിട്ട് ഒരു സൈഡ് പീനട്ട് ബട്ടറും കൂടിയിട്ട് ബ്രെഡ് ചൂടാക്കിയിട്ടാട്ടോ കഴിക്കണത്. അപ്പോൾ ഞാൻ അതും നമ്മൾ നല്ല ചൂടുള്ള കോഫി ആയി വരുന്നുണ്ട്. അപ്പം നമുക്ക് അതിനായിട്ട് കുറച്ച് പഞ്ചസാരയുടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് സെറ്റാക്കി എടുക്കാം. അപ്പോൾ മക്കൾ എൻ്റെ ബേബിയുടെ ഫ്രണ്ടിലുണ്ട്, അവർക്കൊക്കെ ഉള്ളത് ആദ്യമേ ഒരെണ്ണം കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. രണ്ടുപേരെ കയ്യിൽ ഓരോ ബ്രെഡും ജാമും ആക്കി ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്നത്തെ രാവിലത്തെ ചെറിയൊരു വിശേഷങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുമെന്ന് വിചാരിച്ചു. അപ്പം നമ്മളെ വീഡിയോ ഇഷ്ടമായാലും എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മളൊന്ന് കട്ടൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് നിന്നേക്കും കേട്ടോ. കാണുന്നവരെന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമ്മൾ ഇതുപോലെ ഇനി നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും കേട്ടോ. ഇനി എനിക്കിനി വീട്ടിൽ പോയിട്ട് ഇനി അത്യാവശ്യം പണിയുണ്ട്. എന്താ പറയുക, ഇത് ഇങ്ങോട്ട് ഞാൻ കയറുന്നു വിചാരിച്ചില്ല. ആ പാലും കുപ്പി കണ്ട കാരണം കയറിയാണ്, അല്ലെങ്കിൽ ഉപ്പയും ഇല്ലാത്തപ്പോൾ ഒന്നും ഞാൻ അങ്ങനെ വരില്ല. കാരണം അവരില്ലാണ്ട് അല്ലെങ്കിൽ ബാബി വേണം അല്ലെങ്കിൽ ഉപ്പയമ്മ വേണം. അപ്പോൾ എന്താ പറയുക, ഞാൻ അങ്ങനെ കണ്ടപ്പോൾ കയറിയതാണ്. അങ്ങനെ ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ചു. എനിക്കായിട്ട് പിന്നെ അവിടെ പോയിട്ടൊന്നും ഉണ്ടാക്കണില്ല. എൻ്റെ മക്കളെ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്, അല്ല സോറി ഡിസ്പെൻസറിൽ പോയത്. പിന്നെ എന്താ പറയുക, വന്നപ്പോൾ ഇവിടെ ബ്രെഡും ജാമും കഴിക്കുകയും ചെയ്തു കേട്ടോ. അപ്പം ഞാനിവിടുന്ന് കഴിക്കൽ കഴിഞ്ഞ് ഇനി ഇതാ ചോറിനുള്ള പണി ഞാൻ വീട്ടിൽ റൈസ് കുക്കറിൽ ചോറിട്ട് വെച്ചിട്ടാണ് ഞാൻ ഡിസ്പെൻസറിക്ക് ഇറങ്ങിയത്. ഇനി പോയിട്ട് എന്തെങ്കിലുമൊക്കെ കറി എന്തെങ്കിലുമൊക്കെ ആക്കി സെറ്റാക്കി വെക്കണം. പിന്നെന്താ, തിരുമ്പാളത് വാഷ് മെഷീനിൽ ഇട്ടിട്ടാണ് ഞാൻ പോയത് കേട്ടോ. ഇവിടെ അടുത്താണല്ലോ, നമുക്ക് നടക്കാനുള്ള ദൂരമുള്ളൂ നമ്മൾ ഹെൽത്ത് സെൻറ്ററിലേക്കൊക്കെ. അപ്പോൾ ഞാൻ അങ്ങനെ എന്താ പറയുക, വാഷ് മെഷീനിലത്തൊക്കെ സെറ്റായിട്ടുണ്ടാവും. ഇനിയൊന്ന് പോയി കെടുക്കാനാണ് തോന്നുന്നത്. കാരണം നടന്ന് പോയിട്ട് തിരിച്ചു വരുമ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. പോകുമ്പോൾ നമ്മളിങ്ങനെ ഗ്യാപ്പിൽ കൂടെ നടന്നു പോയ കാരണം നമ്മൾ വേഗം എത്തി. തിരിച്ചു വരുമ്പോൾ നമ്മൾ അങ്ങനെയല്ല, മറ്റേ കൂടെ അവനുള്ള കാരണം അവൻ്റെ കൂടെ നടന്നിട്ട് നമ്മൾ അങ്ങനെ നേരെ വന്ന്. അപ്പോൾ പിന്നെ നല്ല വെയിലുണ്ടായിരുന്നു. അപ്പം പിന്നെ വീട്ടിൽ പോവുക, വാതിലടക്കുക, കുറച്ച് ചേർന്ന് കെടുക്കുക. പിന്നെ നമുക്ക് തിരുമ്മലും പിന്നെ എന്താ പറയുക, കുറച്ച് കറി എന്തെങ്കിലുമൊക്കെ ആക്കണം വീട്ടിൽ പോയിട്ട്. അപ്പോൾ എന്താ, ആദമിന് പിന്നെ കറിയൊന്നും ഇഷ്ടമില്ല, അവനക്ക് എന്തെങ്കിലും പൊരിച്ചതൊക്കെ വേണം ചോറിലേക്ക്, അല്ലെങ്കിൽ അവനക്ക് കഞ്ഞി മതി കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് ചോറുണ്ടാക്കിയ കാരണം എന്തെങ്കിലുമൊക്കെ ഇന്ന് സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ എടുക്കണം. ഇപ്പോൾ അതേ കുക്കിംഗ് വീഡിയോസൊന്നും അങ്ങനെ എടുക്കാൻ പറ്റണില്ല, കാരണം എന്താ പറയുക, എടുത്ത് പകുതി ആകുമ്പോഴാവും അതിൻ്റെ ഓർമ്മ വരാം, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എന്തായാലും വീഡിയോ ഇഷ്ടമായാലും എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ മറക്കരുതേ. അപ്പം നമ്മൾ ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് നമ്മൾ എന്തായാലും വരണതായിരിക്കും കേട്ടോ. പിന്നെ ഇവിടുന്ന് ഇനി പോയിട്ട് ഇനി ബാക്കി വീഡിയോസൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ എന്നെക്കൊണ്ട് പറ്റിയില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ തീരെ ഭയങ്കര തലവേദനയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ബൈ ബൈ.